റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി മോചിതരായവർ. റഷ്യയിലെ ദുരിത ജീവിതവും തൊഴിൽ തട്ടിപ്പും ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി തൃശൂർ സ്വദേശി സന്തോഷ് ഷൺമുഖം. മനുഷ്യക്കടത്തിന്റെ പ്രധാന ഏജന്റ് റഷ്യൻ പൗരത്വമുള്ള മലയാളി സന്ദീപ് തോമസ് ആണ് എന്നും ഇയാൾക്ക് റഷ്യൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധമുണ്ടായെന്നും സന്തോഷ്. സി ബി ഇവരുടെ ഫസ്റ്റ് കയറിയാണ്, കാരണം അതിൽ കയറിയാണ്. അപ്പോൾ അവനെ വെച്ചിട്ടാണ് അവരെ വെച്ചിട്ടാണ് ശരിക്കും ഈ സ്റ്റീവ് ഈ സന്ദീപും ഒക്കെ കളിക്കുന്നത് ശരിക്കും. അപ്പോൾ അവരെ കയറ്റി വെച്ച് പിന്നെ അവനാണ് ഇതിൽ പ്രൊമോഷൻ ചെയ്യുന്ന മാതിരി. ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്ത് ഈ CBI ആണ്. കൂലിപ്പട്ടാളത്തിൽ ചേർന്നവരെ വിന്യസിക്കുന്നത് മരണമുഖത്താണ് എന്ന് ഏജന്റുമാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. തങ്ങൾ യുദ്ധമുഖത്തേക്ക് കുടുങ്ങിക്കിടക്കുമ്പോഴും നാട്ടിൽ നിന്ന് നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ഏജന്റുമാർ ശ്രമിച്ചു. റഷ്യയിലെ ദുരിതങ്ങൾ മാധ്യമങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറച്ചുപിടിക്കാൻ പ്രതികൾ സമ്മർദ്ദം ചെലുത്തിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും സന്തോഷ്. അവിടെ ചെന്ന് ഒരു 10 ദിവസം ആകുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും, ഈ ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും. നമ്മളെപ്പോഴും മരിക്കാമെന്നുള്ള സിറ്റുവേഷൻ നമുക്ക് അവിടെ ട്രെയിനിങ് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. കാരണം നമ്മൾ പോയ ടീമുകളൊക്കെ കുറേ മരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നിട്ട് ഇവർക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വമാണ്. കാരണം അറിയാൻ പറ്റും, എങ്ങനെ പോലും അറിയാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ 20 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റും ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ബാച്ചിൽ പോകുന്ന ആൾക്കാരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ടീമുകൾ മരിക്കുക, അപ്പോൾ അടുത്ത ടീമുകൾ വരികയാണ്. മനുഷ്യക്കടത്ത് സംഘത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം കൂലിപ്പട്ടാളത്തിലേക്ക് എത്തിയ മലയാളികളിൽ താനടക്കമുള്ള 3 പേർ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നും പട്ടാളത്തിലെ 2 മാസത്തിനുള്ളിൽ തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രൻ ഷെല്ലാക്രമത്തിൽ മരിച്ചുവെന്നും ജോലി ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തനിക്കൊപ്പമുള്ള 22 പേർ യുദ്ധത്തിൽ മരിച്ചുവെന്നും 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും സന്തോഷ് ഷൺമുഖം ന്യൂസ് മലയാളത്തോട് വെളിപ്പെടുത്തി. ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം ഞങ്ങളുടെ യുദ്ധത്തിലേക്കാണ് പോണത്. പിന്നെ ശമ്പളം മേടിക്കാൻ ആളുണ്ടാവില്ല. അതാണ് അതായത് ശമ്പളം മേടിക്കാൻ പിന്നെ ഉണ്ടാവില്ല. ഒരു കറക്റ്റാ ഒരു 10 ദിവസമാണ് നമ്മൾ ആ യുദ്ധത്തിൻ്റെ ഉള്ളിൽ പെട്ടത്. അതിനുള്ളിൽ ഞങ്ങൾ പോകുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർന്നു. കാരണം ഞങ്ങൾ പോകുന്നതിന് ശേഷം ഞങ്ങൾ നിന്ന ബിൽഡിങ്ങൊക്കെ പൊളിഞ്ഞു പോയി. ലെവിൻ കെ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത്. ലെവിൻ, വളരെ ഞെട്ടിക്കുന്ന വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ന്യൂസ് മലയാളം വഴി സന്തോഷ് നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ലാലിത് CBIയോടും NIAയോടും ഒക്കെ ഈ മോചിതരായ 3 മലയാളി ചെറുപ്പക്കാരും വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്രയും തുറന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നത്. സന്തോഷ് ഷൺമുഖം പറയുന്നത് ഈ തട്ടിപ്പിന്റെ പ്രധാനപ്പെട്ട ഏജന്റുമാരായി, തൊഴിൽ തട്ടിപ്പിന്റെയും മനുഷ്യക്കടത്തിന്റെയും പ്രധാനപ്പെട്ട ഏജന്റുമാരായി പ്രവർത്തിച്ചത് 5 മലയാളികളാണ്. അതിൽ പ്രധാനി റഷ്യയിൽ പൗരത്വമുള്ള കൊച്ചി സ്വദേശിയായിട്ടുള്ള സന്ദീപ് തോമസ് ആണ്. സന്ദീപ് തോമസ് ആണ് നേരിട്ട് പട്ടാളവുമായി, റഷ്യൻ ആർമിയുമായി ബന്ധമുള്ളത്. റഷ്യയിലെ പട്ടാള ഉദ്യോഗസ്ഥന്റെ മകളെയാണ് സന്ദീപ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാള ഉദ്യോഗസ്ഥരുമായി ഇയാൾക്ക് അടുത്ത ബന്ധമാണ്. നേരിട്ട് ആളുകളെ എത്തിക്കുമ്പോൾ സന്ദീപിന് കൃത്യമായ കമ്മീഷൻ പട്ടാളത്തിൽ നിന്ന് ലഭിക്കുന്നു. അത് താഴെത്തട്ടിലുള്ള ആളുകളിലൂടെ അത് കൂടുതൽ റിക്രൂട്ടിംഗ് നടത്താൻ പ്രചോദനമാകുന്നു എന്നുള്ളതാണ്. സിബി ഔസേപ്പ് എന്ന മലയാളിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കൃത്രിമമായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതാണ്. സിബി ഔസേപ്പ് ഈ നാട്ടിലേക്കുള്ള ആളുകളെ, അതായത് ഇവർ പലതരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ഏജന്റ്മാർ മുഖേന റഷ്യയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ റഷ്യയിലെ പട്ടാള ജോലിയിലാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വീഡിയോ കോൾ വിളിക്കുന്നു. 1 മണിക്കൂറിലധികം സമയം പലരുമായി സംസാരിക്കുന്നു. ഇവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല, യുദ്ധത്തിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല, യുദ്ധമേഖലയിൽ ജോലി എടുക്കേണ്ട സാഹചര്യമില്ല, വളരെ സന്തോഷത്തോടു കൂടിയാണ് ജോലി എടുക്കുന്നത്, കൃത്യമായി ശമ്പളം ലഭിക്കുന്നു എന്നുള്ള നിലയിലൊക്കെ വിളിച്ചു പറഞ്ഞും ഫോൺ ചെയ്തും വീഡിയോ കോൾ ചെയ്തുമെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ തട്ടിപ്പിന് ഇരയാക്കാൻ പ്രധാന കേന്ദ്ര കഥാപാത്രമായി പ്രവർത്തിക്കുന്നു സന്ദീപിന് കീഴിൽ പ്രവർത്തിക്കുന്ന CBI ഔസേപ്പ് എന്നുള്ള വ്യക്തി. അതോടൊപ്പം തന്നെ നാട്ടിലെ ഏജന്റായി സുമേഷ് ആന്റണി, ചാലക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സുമേഷ് ആന്റണി, 2 പേരുകളിലാണ് അറിയപ്പെടുന്നത്. സുമേഷ് ആന്റണി എന്നും സ്റ്റീവ് ആന്റണി എന്നും ആളുകളോട് പേര് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഈ റഷ്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ സുമേഷിനെ കൂടാതെ രഞ്ജിത്ത്, കൊല്ലം സ്വദേശിയായ രഞ്ജിത്തും മറ്റൊരു മലയാളിയായ റോയിയും, അങ്ങനെ 5 അംഗ സംഘമാണ് കേരളത്തിൽ നിന്നും ഇത്തരത്തിൽ റഷ്യയിലേക്കുള്ള ആർമിയിലേക്ക്
റഷ്യയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്നുള്ളതാണ് കൃത്യമായി ഈ സന്തോഷ് ഷൺമുഖം നമ്മളോട് വെളിപ്പെടുത്തിയത്. CBI-യോടും NIA-യോടും ഒക്കെ ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു എന്നുള്ളതും പറയുന്നു. മറ്റൊന്ന്, ഈ റിക്രൂട്ടിംഗ് പ്രധാനപ്പെട്ട ഏജന്റുമാർ ചേർന്ന് നടത്തുന്ന തട്ടിപ്പ് റിക്രൂട്ട്മെന്റ് മലയാളികളായ തങ്ങൾ ദുരിതമുഖത്ത് കുടുങ്ങിക്കിടക്കുമ്പോഴും അവർ നിരുപാധികം ആവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് മരണമുഖത്ത് തന്നെയാണ് തങ്ങളെ വിന്യസിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഏജന്റുമാർക്ക് കൃത്യമായി അറിയാം. ഈ ഏജന്റുമാരായിട്ടുള്ള ആളുകൾ തങ്ങൾ പോരുന്നത് വലിയ അപകടത്തിലേക്കാണ് എന്ന് ഉറപ്പിക്കുമ്പോഴും മലയാളികളെ ഇവിടെ നിന്നും മറ്റുള്ള ആളുകളെ റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് സന്തോഷ് വെളിപ്പെടുത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ ബന്ധുക്കളോടോ മാധ്യമങ്ങളോടോ പറയാതിരിക്കാൻ കൃത്യമായ ഭീഷണിയും സമ്മർദ്ദവും അവർ റഷ്യയിലായിരുന്നപ്പോൾ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സന്ദീപ് തോമസും അതേപോലെ തന്നെ മറ്റുള്ള മലയാളികളുമൊക്കെ ഇവരെ നേരിട്ട് വിളിക്കുകയും പട്ടാള ക്യാമ്പിൽ ഫോൺ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ നിങ്ങളുടെ മോചനം കൂടുതൽ തടസ്സമുണ്ടാകുന്നതാകും, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആരോടും പറയരുത്. പ്രത്യേകിച്ച് ന്യൂസ് മലയാളം നിരന്തരമായി ഇവർ റഷ്യയിലായിരുന്നപ്പോൾ ആർമിയിലായിരുന്നപ്പോഴൊക്കെ നിരന്തരമായി ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളോടടക്കം കാര്യങ്ങൾ പങ്കുവെക്കരുത്, അത് നിങ്ങളുടെ ജീവന് ഭീഷണിയാകും, അതല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് നിങ്ങളെ കൂടുതൽ യുദ്ധബാധിത മേഖലകളിലേക്ക് എത്തിക്കും, അവിടെ നിന്ന് കാര്യങ്ങൾ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകില്ല തുടങ്ങിയ ഭീഷണികൾ പെടുത്തി. അതോടൊപ്പമാണ് സന്ദീപ് മറ്റൊരു കാര്യം വെളിപ്പെടുത്തിയത്. അത്യന്തം ദുരിതപൂർവമായ ആ 2 മാസ കാലയളവിനെ കുറിച്ച് 2024 ഏപ്രിൽ 6-നാണ് ഈ യുവാക്കൾ റഷ്യയിലെത്തുന്നത്. 6-അംഗ സംഘം, ഇപ്പോൾ കൊല്ലപ്പെട്ട വിനിൽ തോമസും മുൻപ് കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രനും അടക്കം മോചിതരായ 3 മലയാളികൾ അടക്കമുള്ള 6-അംഗ സംഘം, പരിക്കേറ്റ് കിടക്കുന്ന ജെയിൻ കുര്യൻ അടക്കമുള്ള 6-അംഗ സംഘം അവിടെ എത്തുമ്പോൾ അവരെ നേരിട്ട് പട്ടാള ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് സന്ദീപ് തോമസ് എന്ന പ്രധാനപ്പെട്ട മലയാളിയായിട്ടുള്ള റഷ്യൻ പൗരത്വമുള്ള ഏജന്റിന്റെ ആളുകളാണ്. ഇവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് സന്ദീപ് പറഞ്ഞ ആളുകളാണല്ലേ എന്ന് ചെക്ക് ചെയ്ത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇവരെ മോസ്കോയിൽ നിന്നും ടുള എന്നുള്ള സൈനിക ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും പിന്നീട് ബഹുമത്ത് എന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അവിടെ 20 ദിവസം ആദ്യത്തെ പട്ടാള ട്രെയിനിങ് ക്യാമ്പ്, സാധാരണ ജോലികൾ, ഫാബ്രിക്കേഷൻ വർക്ക്, ഇലക്ട്രിക് ജോലികൾ, പ്ലംബിംഗ് ജോലികൾ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയവരെ നേരിട്ടെത്തിച്ച് സൈനിക പരിശീലനം നടത്തുന്നു. അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച് 70 ദിവസത്തോളം സൈനിക പരിശീലനം. അങ്ങനെ ഈ 70 ദിവസം കഴിഞ്ഞാൽ നേരിട്ട് യുദ്ധബാധിത മേഖലയിലേക്ക് എത്തിക്കുന്നു. ഇവർ റഷ്യയിലെത്തി 2 മാസത്തിനകം തന്നെ സന്ദീപ് ചന്ദ്രൻ എന്ന മലയാളി തൃശൂർ തൃക്കൂർ സ്വദേശി യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നു. അപ്പോഴാണ് തങ്ങൾ അകപ്പെടുന്ന ഭീകരതയുടെ അല്ലെങ്കിൽ തങ്ങൾ പെട്ടുപോയ കെണിയുടെ വലിപ്പം ഈ ആളുകൾക്ക് മനസ്സിലാക്കുന്നത്. ആ സമയം മുതൽ ഇവർ മോചനത്തിനായി ശ്രമം നടത്തുന്നു. ഈ രാജ്യത്ത് നിന്ന് റഷ്യയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ആളുകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ മനുഷ്യക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജന്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ലെവിൻ കെ വിജയനിലൂടെ ആ വാർത്ത വീണ്ടും കേരളത്തിൽ ഞെട്ടിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രധാന മലയാളി സന്ദീപ് തോമസ് ആണ് എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്.